ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സത്യസന്ധമായി പറയാനാവുക? നാവുകൊണ്ട് ഏതവനും ഏതവിശ്വാസിക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉരുവിടാനാകും. സത്യസന്ധമായി അതിൻ്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് ആർക്കൊക്കെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ യോഗ്യതയുള്ളത് എന്നൊക്കെയാണ് നാം അന്വേഷിച്ചത്. ഈ വിധത്തിൽ നമ്മൾ ഫാത്തിഹ പഠിച്ച് തീരുമ്പോഴേക്ക് ഖുർആനിലേക്ക് നമുക്ക് എൻട്രൻസ് പാസ്സാവും. നമ്മൾ ഇപ്പം ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-9 മാസമായി കാണും. വന്ന അന്ന് തൊട്ട് എല്ലാ ഞായറാഴ്ചകളിലുമായിട്ട് പറഞ്ഞിട്ട് അഊദു ബിസ്മി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിലാണ് ഇപ്പം നമ്മൾ ചർച്ച എത്തി നിൽക്കുന്നത്. എത്ര സമയം വൈകിയാലും ഈ വിധത്തിൽ നമ്മൾ ഫാത്തിഹത്തുൽ കിതാബാണല്ലോ, ഖുർആനിൻ്റെ ഇൻട്രഡക്ഷനാണ്, ആമുഖമാണ്, ഖുർആനിലേക്കുള്ള കവാടമാണ്, ഖുർആനിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടുകയാണ് ഫാത്തിഹയിലൂടെ. ചുമ്മാ തുറന്നു കിട്ടൂല, എന്തോരം തവണ ആവർത്തി ചോദിയാലും തുറന്നു കിട്ടൂല. അത് കിട്ടണമെങ്കിൽ അതിൻ്റെ പൊരുളുകൾ അറിയണം, അതിൻ്റെ മർമ്മത്തിൽ തൊടാനാകണം. കേവലം അധര വ്യായാമം കൊണ്ട്, നാവുകൊണ്ട് ഇങ്ങനെ ഉരുവിടൽ കൊണ്ട് ഫാത്തിഹ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് അറിഞ്ഞ് ഓതുന്ന ഒരു മുഅ്മിന്, ഇത് ഉൾക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു സത്യവിശ്വാസി യഥാർത്ഥ മുതലാളിയുടെ അനുയായിയായിരിക്കും. യഥാർത്ഥ ഉടമസ്ഥനെ, സംരക്ഷകനെ അറിയുന്നവനായിരിക്കും. യഥാർത്ഥ മുതലാളി ആരാ? ഈ ലോകത്തെ കോടീശ്വരൻ, ഏറ്റവും വലിയ സമ്പന്നനാകട്ടെ, എല്ലാവരും ദരിദ്രന്മാരാണ്, ഫുഖറാ ആണ് എന്നാണ് അല്ലാഹു തന്നെ പറഞ്ഞത്. വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. അല്ലാഹുവാണ് സമ്പന്നൻ, അവനാണ് ഐശ്വര്യവാൻ, അവൻ്റേതാണ് സമ്പത്ത് മുഴുവൻ. നിന്റെ പോക്കറ്റിലുള്ളതും എന്റെ പോക്കറ്റിലുള്ളതും ആരുടെയൊക്കെ അക്കൗണ്ടിലുണ്ട് എങ്കിൽ അതൊക്കെയും ഉടമസ്ഥന്റെ ഖജനാവിലുള്ള ധനമാണ്. തൽക്കാലം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിഹിതിച്ച് മാറ്റിവെച്ചതാണ്. തൽക്കാലം കയ്യിൽ കോടികൾ ഉണ്ടെങ്കിലും, കോടികൾ കൊണ്ടമ്മാനമാടുന്ന സമ്പന്നനാണെങ്കിലും അവനും ദരിദ്രനാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. എടോ മുതലാളി അള്ളയാണ്, നിങ്ങളൊക്കെ പരമദരിദ്രരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ പരമദരിദ്രൻ, മിസ്കീൻ എന്ന് പറഞ്ഞാലാണ് ആവറേജ് ദരിദ്രൻ. നിങ്ങളൊക്കെയും പരമദരിദ്രന്മാരാണ്. അപ്പൊ ഈ മുതലാളിയായ അള്ളാഹുവിനെ പരിചയപ്പെട്ട ആളാണ് എന്തോതുക? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ ഇന്ത്യയുടെ റബ്ബല്ല, മൂവാറ്റുപുഴയുടെ റബ്ബല്ല, ആലമീൻ. ലോകങ്ങളായ ലോകങ്ങൾ, സമ്പത്തായ സമ്പത്തുകൾ, സൗഖ്യങ്ങളായ സൗഖ്യങ്ങൾ, അനുഭൂതികളായ അനുഭൂതികൾ, വിഭവങ്ങളായ വിഭവങ്ങൾ, എല്ലാത്തിൻ്റെയും പരിപാലകനാണവൻ. അവന് സർവസ്തുതിയും. ഇത് ഓതാൻ പഠിച്ചവൻ, സത്യസന്ധമായി ഓതാൻ പഠിച്ചവൻ, അവൻ ആ യഥാർത്ഥ മുതലാളിയുടെ ആളായിരിക്കും. മാത്രല്ല, ഇത് ഓതാൻ പഠിച്ചവൻ ഒരിക്കലും ഒരു അധികാരിയുടെ പിറകെയും ഒരു മുതലാളിയുടെ പിറകെയും നടക്കൂല. കാരണം റബ്ബുൽ ആലമീന്റെ ആളാണ്. പിന്നെ ഈ നാട്ടിലെ ഫിത്ന ഹാജി, ഹംക്ക് ഹാജി, കിബ്റൻ ഹാജി അവന്റെ പിന്നാലെ വാലും പിടിച്ച് നടക്കൂല. എന്തുകൊണ്ട്? അവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അത് അറിഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഇത്തരം അധികാരി വർഗത്തിന്റെ പിറകെ നടക്കൂല, മുതലാളിമാരെ പിറകെ നടക്കൂല. എന്തുകൊണ്ട്? പ്രൈം മിനിസ്റ്ററുടെ ആൾക്ക് MLA പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ട്? പ്രധാനമന്ത്രിയായിട്ട് നേർക്ക് നേരെ ബന്ധപ്പെടാനും കാര്യങ്ങൾ പറയാനും വകുപ്പുള്ള ഒരാൾക്ക് പഞ്ചായത്ത് മെമ്പറെ പിന്നാലെ നടക്കേണ്ടതുണ്ടോ? ഇതിപ്പോ അള്ളാനെ പ്രധാനമന്ത്രിയോട് ഉപമിച്ചതല്ല കേട്ടോ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു ഉപമകൾക്കൊക്കെ അതീതനായതുകൊണ്ട് കാര്യം ഗ്രഹിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ട ആൾക്ക്. മാത്രമല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്നെ മാത്രമല്ല ഞാനടക്കമുള്ള സർവലോകങ്ങളുടെയും പരിപാലകനായ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് അറിഞ്ഞു പ്രഖ്യാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുതലാളിയുടെ പിറകെ നടക്കല്, അധികാരിയുടെ പിറകെ നടക്കല് ശിർക്കായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇത് ശിർക്കല്ലേ? അത് ആ മന്ത്രിനെ പാതിലിലൂടെ മുട്ടി വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ നടക്കും തന്നെങ്കിലല്ലേ. ഇനി ഒരുമാതിരി മന്ത്രിമാരൊക്കെ മുഖം തരും, ശരിയാക്കാം, ഓക്കെ, നല്ല ആർട്ടിഫിഷ്യൽ ചിരിയൊക്കെ, പോയി കഴിഞ്ഞാൽ നടപടി ഉണ്ടാവില്ല. എങ്ങാനും അള്ളാഹു ഈ കാരണത്തിലൂടെ സബബിലൂടെ നിന്റെ ആ പ്രശ്നം തീർത്ത് തന്നാൽ നീ വിചാരിക്കുന്ന എന്താ? മന്ത്രിയെ പോയി കണ്ടതുകൊണ്ട് അത് നടപടിയായി, നടന്നു കിട്ടി. ഇതന്നെ ശിർക്ക്. അള്ളാഹു നടത്തി, അത് കുഴപ്പമില്ല. സാധാരണ ബുദ്ധി എങ്ങോട്ടാ പോകുന്നത്? സാധാരണ ബുദ്ധി എങ്ങോട്ടാ പോകുന്നത്? അത് പോയി കണ്ടാണ് നടപ്പിലാക്കാം. അള്ളാഹ്ക്ക് ഒരു റോളും ഇല്ല, പറച്ചില്ല, അള്ളുണ്ട് ഇല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന് അവിടെ ഒരു റോളും ഇല്ല, നമ്മുടെ മനസ്സിലില്ല. ഈ നാവില ഉണ്ടായാലും അധികാരി വർഗത്തിന്റെയും സമ്പന്ന വർഗത്തിന്റെയും പിറകെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ശിർക്കാണ് ചെയ്യുന്നത് എന്ന പരമാർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ചവന് അറിയാൻ കഴിയും. ഇന്ന് ആൾക്കാരൊക്കെ പാടെ താറടിക്കണം, നിന്ദിക്കണം, അധികാരി വർഗത്തിനെ മുഴുവൻ അവഹേളിക്കണം എന്ന അർത്ഥത്തിലല്ല കേട്ടോ. പണക്കാരെ ബഹുമാനിക്കാം, അധികാരികളെ ബഹുമാനിക്കാം, പണമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ബഹുമാനിക്കാൻ പറ്റൂല. ഈ നാട്ടിൽ ഇപ്പൊ നല്ല പൈസ ഉള്ള ഒരു ആചാര്യണ്ട് എന്ന് കണക്കൂട്ടിക്കോ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ ആചാര്യ നമുക്ക് ബഹുമാനിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തില്? അദ്ദേഹം ഒരു ഭക്തനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പണ്ഡിതനാണ്. പണമുള്ളതോടുകൂടെ തന്നെ പണ്ഡിതനാണ്, ബഹുമാനിക്കാം. അല്ലെങ്കിൽ കൊച്ചാപ്പയാണ്, ബഹുമാനിക്കണ്ടേ. അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായം മുതിർന്ന ആളാണ്, ബഹുമാനിക്കണ്ടേ. അല്ലെങ്കിൽ അയൽക്കാരനാണ്, അല്ലെങ്കിൽ ബന്ധുവാണ്, കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ അഹ്ലുബൈത്താണ്. ഈ നിലക്കൊക്കെ ബഹുമാനിക്കുക എന്നല്ലാതെ പണമുണ്ട് എന്ന മാനദണ്ഡം വെച്ചുകൊണ്ട് ബഹുമാനിക്കൽ അനിസ്ലാമികമാണ്. ആ വിശ്വാസവും പിന്നാലെ നടപ്പും ഇവന്റെ ഈമാൻ പോലും തകർത്ത് കളയുമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പൈസക്കാരന് പൈസയുണ്ട് എന്ന നിലക്കുള്ള ബഹുമാനം, അങ്ങനെ ബഹുമാനിക്കുന്ന വ്യക്തി ഉറപ്പാണ് പൈസ ഇല്ലാത്ത പരമദരിദ്രരെ അവഹേളിക്കും ചെയ്യും. ഈ മുതലാളി എന്നെ സാമ്പത്തിക മാന്ദ്യത്തിൽ പെട്ടിട്ടൊന്ന് പൊട്ടിയാലോ തിരിഞ്ഞു നോക്കൂല. പിന്നെ അവനെ പണം എന്ന മാനദണ്ഡം, ധനം എന്ന അളവുകോല്, ആ അളവുകോല് അടിസ്ഥാനത്തിൽ ബഹുമാനിക്കുന്ന അവസ്ഥ ഇപ്പൊ ഞാനീ പറയുന്നത്. ഒരു മുതലാളിയും മുതലുണ്ട് എന്ന കാരണത്താൽ ആദരിക്കപ്പെടാൻ പാടില്ല. ഒരു ഫഖീറും ഒരു പരമദരിദ്രനും ധനമില്ല എന്ന കാരണത്താൽ അവഹേളിക്കപ്പെടാനും പാടില്ല. ഞാനൊരു ഹദീസ് പറയട്ടെ നിങ്ങളോട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ശരിക്കൊന്ന് ഓതണം നമുക്ക്. അത് ശരിക്കും ഓതിയാ അത് മതി സ്വർഗത്ത് പോവാൻ. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ ഖാല റസൂലുള്ളാഹി. ഞാൻ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. നമ്മുടെ തുലാസ് നിറയാന്, തുലാസിനെ ഭാരമാക്കാന്, സ്വർഗത്തിലേക്ക് പോകാൻ അൽഹംദുലില്ലാ മതി. അവിടെ 70,000 12,000 അൽഹംദുലില്ലാ ഒന്നും അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല.
അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹു മൻ അക്റമൽ ഗനിയ ലിഗിനാ വഅഹാനൽ ഫഖീറ ലിഫഖരിഹി. മുതലാളിയെ കയ്യിൽ സമ്പത്തുണ്ട് എന്ന കാരണത്താൽ ബഹുമാനിക്കുന്ന ആളുകൾ, അതില്ലാത്ത ആളുകളെ അവഗണിക്കുന്ന ആളുകൾ, അവരൊരു ലോകത്തും ഗുണം പിടിക്കില്ല. ദുന്യാവിലും അവർക്ക് രക്ഷയില്ല, പരലോകത്തും അവർക്ക് രക്ഷയില്ല. എന്തുകൊണ്ട്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹുവിന്റെ ശാപമേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു ശപിച്ചിരിക്കുന്നു. തീർന്നില്ലേ? ആ ശാപത്തിന്റെ പ്രകടനങ്ങള്, ആ ശാപത്തിന്റെ അനന്തരഫലങ്ങൾ കാണാൻ പറ്റും. എന്നാൽ അത് അള്ളാഹ് ശപിച്ചിട്ടാണെന്ന് തിരിയോ? വിവരമുള്ളവർക്ക് തിരിയും. എന്തായാലും ഗുരുത്തം പിടിക്കണില്ല, ഒരു സമാധാനം കുടുംബത്തിലില്ല. അള്ളാഹ് ശപിച്ച അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു ശപിച്ചിട്ടുണ്ട് മൻ, ഒരു വിഭാഗത്തെ, ഒരു കൂട്ടരെ. ഏതാണ് ആ കൂട്ടര്? അക്റമൽ ഗനിയ ലിഗിനാ, ഒരു സമ്പന്നനെ ആ ആൾ ബഹുമാനിക്കുന്നു. കൊച്ചാപ്പയായതുകൊണ്ടല്ല, ബാപ്പയായതുകൊണ്ടല്ല, ആലിമായതുകൊണ്ടല്ല, ഭക്തനായതുകൊണ്ടല്ല, ദീനീ നേതൃത്വത്തിലുള്ള ആളായതുകൊണ്ടൊന്നുമല്ല. പണമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ഒരു പണക്കാരനെ ബഹുമാനിച്ചാൽ ആ ബഹുമാനിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഅഹാനൽ ഫഖീറ, ദരിദ്രനെ അവഗണിച്ചു, നിന്ദിച്ചു, അവമതിച്ചു. ലിഫഖരിഹി, അവന്റെ തെമ്മാടിത്തരം കണ്ടിട്ടല്ല, അവന്റെ തോന്നിയാസങ്ങൾ കണ്ടിട്ടല്ല, അവനിലുള്ള അനിസ്ലാമികത കണ്ടിട്ടല്ല. ലിഫഖരിഹി, അവൻ പണമില്ലാത്ത പാവമാണ്. ഈ ഒറ്റ കാരണത്താൽ നിന്ദിച്ചാൽ ലഅനല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം അത്തരം വ്യക്തികൾക്ക് ഏൽക്കും എന്ന് മാത്രമല്ല, വമൻ ഫഅല ദാലിക, ഈ മദ്ഹബ് സ്വീകരിച്ചാരെങ്കിലും ജീവിച്ചാൽ, ഈ റൂട്ടിലൂടെ ആരെങ്കിലും ഓടിയാൽ, അങ്ങനെയല്ലോ, അങ്ങനല്ലേ ആ പൈസക്കാരുടെ പിന്നാലെ ഇങ്ങനെ വാലാട്ടി നടക്കുക, എന്തെങ്കിലുമൊക്കെ അപ്പ കഷ്ണം ഇട്ട് കൊടുക്കും ചെയ്യും അല്ലെ? അങ്ങനല്ലേ? ഈ പിന്നാലെ നടക്കുന്ന സാധനം നാട്ടിലുള്ള പാവങ്ങളെ തിരിഞ്ഞു നോക്കൂല, മൈൻഡ് ചെയ്യൂല. വമൻ ഫഅല ദാലിക, ഇങ്ങനെ ഒരാൾ ചെയ്താൽ, ജീവിച്ചാൽ, ഫഖദ് സുമ്മിയ ഫിസ് സമാവാത്, ആകാശലോകത്ത് ഇവനുള്ള പേരെന്താണെന്നറിയോ? അദുവുല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു എന്നാണ് ആകാശലോകത്ത് ഇവന്റെ പേര്. ആകാശലോകം മലക്കുകളുടെ ലോകം. അവരിവനെ കുറിച്ച് പറയുന്നത് അദുവുല്ലാഹ്, അള്ളാന്റെ ശത്രു. വഅദുവുൽ അംബിയാ, നബിമാരുടെ ശത്രുവാണവൻ. മാത്രമല്ല, തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ, അവന്റെ ദുആക്ക് ഉത്തരമില്ല. ആരെ? മുശ്രിക്കിന്റെ ദുആ അല്ല ഈ പറയുന്നത്, കള്ളുടിച്ചവന്റെ ദുആ അല്ല ഈ പറയുന്നത്, പെണ്ണ് പിടിക്കാൻ പോയവന്റെ ദുആ അല്ല ഈ പറയുന്നത്. ആരെ ദുആ അല്ലാഹു സ്വീകരിക്കൂലാന്ന്? മുതലാളിയെ മുതല് എന്ന കാരണത്താൽ ബഹുമാനിച്ച, ദരിദ്രനെ അവൻ പാവമാണെന്ന നിലക്ക് അവഗണിച്ച വ്യക്തി, ആ വ്യക്തിക്ക് ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ, അവന്റെ പ്രാർത്ഥന സ്വീകാര്യമല്ല, അതിന് ഇജാബത്തില്ല, ഉത്തരമില്ല. തുടർന്ന് പറഞ്ഞു തങ്ങൾ, വലാ യുഖ്ലാ ലഹു ഹാജത്തുൻ, അവന്റെ ആവശ്യങ്ങളൊന്നും നിറവേറുകയും ഇല്ല. ഈ മുതലാളിമാരെ പിന്നാലെ വാലാട്ടി നടക്കുന്നവന് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ വാലാട്ടി നടക്കേണ്ടി വരും. അവന്റെ ആവശ്യങ്ങളൊന്നും അവൻ ഉദ്ദേശിച്ച വിധത്തിലൊന്നും നടന്നു കിട്ടൂല, ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. എന്തെങ്കിലും മുതലാളി തന്നാ തന്നെയും അത് അള്ളാഹ് ബർക്കത്തോടു കൂടെ തരുന്ന സമ്പത്തായിരിക്കൂല. അതുകൊണ്ട് വലാ യുഖ്ലാ ലഹു ഹാജത്തുൻ, അവന്റെ ആവശ്യങ്ങൾ അവൻ ഉദ്ദേശിച്ച വിധം നിറവേറുകയും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊരു പ്രധാന വിഷയമാണ്. ഇന്ന് ഈ സൂക്കേട്, ഏത് സൂക്കേട്?
മുതലാളിമാരെ ബഹുമാനിക്കുക, പാവങ്ങളെ അവഗണിക്കുക എന്നുള്ള സൂക്കേട് നിങ്ങൾക്കൊന്നല്ലുള്ളത്. ഏറ്റവും അധികം ഉള്ളത് പണ്ഡിതന്മാർക്കാ. പറഞ്ഞതിന് എന്താ പത്ര ബേജാറ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മഹ്റബ്ജ് ഒപ്പിച്ച് ഓതും. അത് ഓതിയിട്ട് ഇമാമും നിൽക്കും, അതിനെക്കുറിച്ച് വഅദും പറയും. എന്താണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? അത് സമൂഹത്തിനൊന്ന് വക തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാന്, പ്രാക്ടിക്കലാ എങ്ങനെയെന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കാന്, അതിലൂടെ ജീവിതം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ മെനക്കെടാത്ത പണ്ഡിതന്മാര് മുതലാളിമാരെ വീട്ടിലേക്ക് ബാഗും എടുത്തിട്ട് അങ്ങനെ പോകും. അധികാരി വർഗത്തിന്റെ വാതിൽ പോയിട്ട് ഇങ്ങനെ മുട്ടും. അവര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പഠിച്ചിട്ടില്ല. തലേകെട്ടിന് വലിപ്പം കൂടിയിട്ടും തലേകെട്ടിന്റെ വാലൊരു 1.5 മുഴം നീളമുള്ളതുകൊണ്ടും താടി കുറെ ബ്ലേഡും കത്രികയും ഉപയോഗിക്കാതെ നീണ്ടുകൊണ്ടൊന്നും രക്ഷ കിട്ടുമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിലൂടെയുള്ള ജീവിതം എങ്ങനെയെന്ന് മനസ്സിലാകാത്ത പണ്ഡിതന്മാരാണ് മുതലാളിമാരെ ബഹുമാനിക്കുക, അധികാരി വർഗത്തിന്റെ പിന്നാലെ നടക്കുക. ഇത് ഞാൻ എന്റെ വക ഉണ്ടാക്കി പറയുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിശദീകരിച്ച, അത് പ്രാക്ടിക്കലായി സമൂഹത്തിന് സ്വഹാബത്തിന് പകർന്നു കൊടുത്ത നബി തങ്ങൾ ഇതിന്റെ വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉലമാ ഉമനാഉർ റുസുലി. അംബിയാ മുർസലുകളുടെ വിശ്വസ്തരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. അംബിയാ മുർസലുകൾ എന്തൊരു ഡ്യൂട്ടിയാണോ ഈ ലോകത്ത് ചെയ്തത്, അംബിയാ മുർസലുകളുടെ ദൗത്യം ഈ ലോകത്ത് എന്തായിരുന്നോ ആ ദൗത്യം അംബിയാക്കൾ അവസാനിച്ചപ്പോൾ അന്ത്യപ്രവാചകൻ ഉലമാഇനെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, അമാനത്താൻ തബ്ലീഗ്, തൗഹീദ് എത്തിച്ചു കൊടുക്കുക, ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി അംബിയാക്കൾ ഉലമാഇനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് അൽ ഉലമാ യഥാർത്ഥ പണ്ഡിതന്മാർ ഉമനാഉർ റുസുലി മുർസലുകളുടെ വിശ്വസ്തരാണ്, മുർസലുകളിൽ നിന്ന് അമാനത്ത് വാങ്ങി വഹിച്ചവരാണ്. അലാ ഇബാദില്ലാ സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തം നബിമാർക്ക് ശേഷം ഉലമാക്കൾക്കാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, എല്ലാ പണ്ഡിതന്മാരെയും ഈ വിധത്തിൽ നിങ്ങൾ കാണണ്ട. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരെയും പിന്നാലെ പോയാൽ നരകത്തിൽ ചെന്ന് നിങ്ങൾ വീഴും. ആലിമല്ലേ, എന്താ ഒരു വഖാറ് ഭക്തി, മുഖത്ത് കണ്ട് നോക്കിയാ കണ്ടോ എപ്പോഴും ദിക്റ ചെല്ലണേ. അയാളെ പണി എന്താ? ഉള്ള മുതലാളിമാരെ വീട്ടിലൊക്കെ പോയിട്ട് മുട്ടുക, അസ്സലാമു അലൈക്കും, സുഖല്ലേ, റാഹത്തല്ലേ, അതൊക്കെ നല്ലതാ ബന്ധപ്പെടലൊക്കെ. എന്നിട്ട് പിന്നെ എന്താ പറയണേ? എന്റെ കഷ്ടപ്പാടാ അപ്പൊ വീട്ടിലൊക്കെ, അങ്ങനെ കാണാൻ വന്നതാ പറഞ്ഞിട്ട്. ഈ സാധനങ്ങളെ അടുപ്പിക്കരുത്. ഞാനാണെങ്കിൽ എന്നെ കൈകാര്യം ചെയ്യണം നിങ്ങൾ. നമ്മളെ ഉമ്മത്തിന് പറ്റിയ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അടിസ്ഥാനപരമായി പറ്റിയ കുഴപ്പം. ഈ വേഷം കെട്ടും കെട്ടി നടക്കുന്ന ആൾക്കാർ പേറി നടക്കുന്നുണ്ട് കുറെ സാധാരണക്കാർ. എന്തിനാണ് ഇവരെ പേറി നടക്കുന്നത് ചോദിച്ചാൽ പറയും, ആലിമീങ്ങളല്ലേ, ഇനി അവരെടുത്തൊരു കുറ്റം ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ വകുപ്പുണ്ടാവൂലേ. തേങ്ങാക്കൊലയാണ് വകുപ്പ്. നിങ്ങൾക്കാണെങ്കിൽ കുറെ വകുപ്പൊക്കെ ഉണ്ടാവും, പഠിച്ചവനെ അറിവില്ലാത്തോണ്ടല്ലേ. അൽ ഉലമാഉ ഉമനാഉർ റുസുലി അലാ ഇബാദില്ലാഹ്. മുർസലുകൾ സമൂഹത്തിൽ എന്താണോ ചെയ്തത് അത് ചെയ്യാൻ ബാധ്യസ്ഥരായ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് ഉലമാ. എപ്പോൾ മാലം യുഖാലിതിസ് സലാത്തീൻ, അധികാരി വർഗവുമായി കൂടിക്കലരാത്ത കാലത്തോളം, ഈ ആലിമീങ്ങള് പണച്ചാക്കുകളെ പിന്നാലെ നടക്കാത്ത കാലത്തോളം, MLA-മാര് MP-മാര് മന്ത്രിമാരെ പിന്നാലെ ഇങ്ങനെ വാലായി നടക്കാത്ത കാലമത്രയും അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്, നബിമാരുടെ അനുയായികളാണ് അവര്. മാലം യുഖാലിതിസ് സലാത്തീൻ, അധികാരി വർഗവുമായി കൂടിക്കലരാത്ത കാലമത്രയും. ഏതൊരു പണ്ഡിതനാകട്ടെ
ഖുർആൻ പണ്ഡിതനാകട്ടെ, ഖുർആൻ ശാസ്ത്ര പണ്ഡിതനാകട്ടെ, ഹദീസ് പണ്ഡിതനാകട്ടെ, ഇസ്ലാമിക ചരിത്രം പറയുന്ന പണ്ഡിതനാകട്ടെ, ഭക്തി പ്രകടനങ്ങളുമായി നടക്കുന്ന പണ്ഡിതനാകട്ടെ, ഈ പണി ചെയ്താൽ, ഏത് പണി ചെയ്താൽ, പണക്കാരുടെയും അധികാരികളുടെയും പിന്നാലെ ഒരു പണ്ഡിതൻ നടന്നാൽ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഖദ് ഖാനുർ റസൂല, അവർ ചതിച്ചിരിക്കുന്നത് അംബിയാ മുർസലുകളെയാണ് അവർ ചതിച്ചത്, അള്ളാന്റെ നബിമാരെയാണ് അവർ ചതിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഉമ്മത്തിനോട്, നമ്മളോട് നബി തങ്ങൾ പറയാണ്, ഫഹ്ദറൂഹും വഅ്തസിലൂഹും. ഫഹ്ദറൂഹും, അങ്ങനെ മുതലാളിമാരെ പിന്നാലെ നടക്കുന്ന, അധികാരി വർഗത്തിന്റെ പിന്നാലെ നടക്കുന്ന, അപ്പൊ പറയും, യതീമക്കളെ കാര്യം നടക്കണമെങ്കിൽ പ്രധാനമന്ത്രിയിലൊന്ന് കാണണ്ടേ. ഔ, ആരോടോ നിന്നോട് അള്ളാന്റെ റസൂല് പറഞ്ഞോ? രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ അധികാരി വർഗത്തിന്റെ പിന്നിൽ അവരെ വാതിൽ മുട്ടിയിട്ട് യതീമിനെ സംരക്ഷിക്കാൻ നിന്നോട് അള്ളാഹ് പറഞ്ഞോ? റസൂല് പറഞ്ഞോ? ന്യായം പറയാണതൊക്കെ. അവർ നബിമാരെ ചതിക്കുന്ന ടീമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ മുഅ്മിനീങ്ങളെ, പാവങ്ങളായ സാധാരണക്കാരെ, ഫഅ്തസിലൂഹും, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ അകറ്റണം. ഫഅ്തസിലൂഹും, അവരെ നിങ്ങൾ ഒഴിവാക്കണം. അവരുള്ള 4 അയലക്കത്തേക്കും പോകരുത്. അവർ സ്റ്റേജ് കെട്ടിയിട്ട് ഖാലല്ലാഹു നീട്ടി വയലറിഞ്ഞാലും ആ വഴിക്ക് നിങ്ങൾ പോകരുത്. ഈ ഹദീസിന്റെ അർത്ഥം ഫഅ്തസിലൂഹും, നിങ്ങൾ ഒഴിവാകണം, അവരിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. മാത്രല്ല ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം. കാരണം നിങ്ങളെ അവർ ദീനിന്റെ പേര് പറഞ്ഞ്, ആത്മീയതയുടെ പേര് പറഞ്ഞ് നിങ്ങളെ നരകത്തിലേക്ക് അവർ കൊണ്ടുപോകും. വേറൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൽ ഉമറാഇ അല്ലദീന യഅ്തൂനൽ ഉലമാ വശർറുൽ ഉലമാഇ അല്ലദീന യഅ്തൂനൽ ഉമറാ. നല്ല അധികാരികൾ ആരാ? അത് പള്ളി കമ്മിറ്റിക്കാരാകട്ടെ, അതൊക്കെ അധികാരം തന്നെയല്ലേ, അല്ലേ? ഏത് അധികാരികളാകട്ടെ, ഖൈറുൽ ഉമറാ, ഉത്തമരായ അധികാരികൾ, അല്ലദീന, ഒരു ഗ്രൂപ്പാണ്, യഅ്തൂനൽ ഉലമാ, അവർ ഉലമാഇനെ അങ്ങോട്ട് ചെന്നുകൊണ്ട് സന്ദർശിക്കുകയും മതപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇസ്ലാമിന്റെ മര്യാദകൾ ഗ്രഹിക്കുകയും ചെയ്യാൻ ഉലമാഇനെ അങ്ങോട്ട് ചെന്നുകൊണ്ട് സഹവസിക്കുന്നവർ, സമ്പർക്കം ചെലുത്തുന്നവരാണ് ഏറ്റവും ഉത്തമരായ ഭരണാധികാരികൾ. മൊയ്ലിയർ, ഇപ്പൊ മൊയ്ലിയരെ റൂമിൽ ഒന്ന് വാതിൽ മുട്ടാനുള്ള നമ്പറാണല്ലേ? അല്ലടോ, ആരും വരണ്ട, ഞാനല്ല ആലിമ്. യഥാർത്ഥ ആലിമീ ഉമറാ, അല്ല ഇഷ്ടപ്പെട്ട അധികാരികള്, അല്ലദീന യഅ്തൂന അൽ ഉലമാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ആലിമീങ്ങളെ സമീപിക്കുന്നവരാണ്. അങ്ങനത്തെ അധികാരികൾ പിഴക്കൂല, അവർ പിഴച്ചു പോകൂല, അവർക്ക് അപകടം വരൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വശർറുൽ ഉലമാ, നാശം പിടിച്ച പണ്ഡിതന്മാർ, അപകടകാരികളായ പണ്ഡിതന്മാർ ആരാണെന്ന് പറഞ്ഞു തരട്ടെ. കലീകെട്ടിന്റെ വാലിന് നീളം കുറഞ്ഞവൻ എന്നല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. മോശപ്പെട്ട പണ്ഡിതൻ ആരാൻ? അല്ലദീന യഅ്തൂനൽ ഉമറാ, പണക്കാരുടെയും അധികാരികളുടെയും പിറകെ നടക്കുന്ന ആലിമാരോ, അവനാണ് ശർറുൽ ഉലമാ. എന്തിനപ്പം ഞങ്ങളോട് മൊയ്ലിയരെ വയലറിന്? നിങ്ങളെ കുടുംബത്തിലുള്ള കേസ് അവിടെ പറഞ്ഞു തീർത്തൂടെ? ഞങ്ങൾ ഈ പാവങ്ങളോട് ഈ വയല് എന്തിനാ പറയുന്നത്? നിങ്ങളോട് അത് പറയേണ്ടത്. ഈ ചതിയിൽ അധികം സാധാരണക്കാരാ പെടുക. ചുരുക്കി പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു സ്തുതി. ഇതൊരു ശുക്റാണ്, ഇതൊരു സംതൃപ്തിയുടെ വാക്കാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ട്, ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അല്ലാഹു തനിക്ക് തന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു എനിക്ക് തന്നതിലൊക്കെയും എനിക്ക് പൊരുത്തമാണ് എന്ന് സമ്മതിക്കലാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രഖ്യാപനം. റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ട പിന്നെ ആരും വേണ്ട. വിശുദ്ധ ഖുർആൻ ഖാറൂൻ മുതലാളിയുടെ ചരിത്രം പറയണില്ലേ? അല്ലേ?
എത്ര ആയത്താണ് ഖാറൂൻ മുതലാളിയുടെ ചരിത്രം പറയുന്നത്. ഈ ഖാറൂൻ മുതലാളി എന്ന് പറഞ്ഞാലേ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, പിന്നെ ആരാണ്? അതൊരു പ്രതീകവും കൂടിയാണ്. ഖുർആൻ എന്താന്നാ മനസ്സിലാക്കിയത്? പണ്ടെങ്ങാണ്ട് ജീവിച്ച ഒരാളുടെ കഥ അത്ര അങ്ങനെ കണ്ടാ പോരാ. ഖാറൂൻ ഒരു പ്രതീകാണ്. ഈ ഉമ്മത്തിനോട് ഖാറൂന്റെ ചരിത്രം എന്തിനാ അള്ളാഹ് പറഞ്ഞത്? ഈ ഉമ്മത്തിലും ഉണ്ടാവും ഖാറൂൻ മുതലാളി, ഉണ്ടാകും. എന്തെയ്തു? ഖാറൂൻ മുതലാളിക്ക് പണം ഉണ്ട് എന്നുള്ള കുഴപ്പമില്ലായിരുന്നു. കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ എനിക്ക് പണം ഉണ്ടായത് എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ പരിശ്രമം കൊണ്ടുണ്ടായി. ഇതാ ഖാറൂൻ മുതലാളിക്ക് പറ്റിയ കുഴപ്പം. വേറൊരു കുഴപ്പവും ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽ പെട്ട അന്നത്തെ മുസ്ലിമീങ്ങളിൽ ഒരു മെമ്പറായിരുന്നു ആര്? ഖാറൂൻ മുതലാളി. എന്തേ ആൾക്ക് പറ്റിയ കുഴപ്പം? പണം ഉണ്ടായതല്ല കുഴപ്പം, ആ പണത്തോടുള്ള സമീപനത്തിൽ കുഴപ്പം പറ്റി. ഞാൻ അധ്വാനിച്ചപ്പോൾ എനിക്കുണ്ടായി, എൻ്റെ അറിവ് കൊണ്ടും അവഗാഹം കൊണ്ടും പരിശ്രമം കൊണ്ടും ഉണ്ടായി. ഈ ധാരണയാണ് ആ മനുഷ്യനെ തകർത്തത്. ആ ഖാറൂനിന്റെ ചരിത്രം ഇപ്പൊ ഇന്നും ആ മെന്റാലിറ്റി വെച്ച് നടക്കുന്ന ഏതവനുണ്ടോ? ചിലപ്പോ 3 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. 3 ഹജ്ജ്, ചിലപ്പോ പള്ളി പ്രശ്നം ഉണ്ടായിരിക്കും. ആര്? ഇന്നത്തെ ഖാറൂൻ മുതലാളി, ഇന്ന് ജീവിക്കുന്ന ഖാറൂൻ മുതലാളി. ഖുർആൻ ഇത് പറഞ്ഞു തന്നത് ആ മദ്ഹബ് ആര് സ്വീകരിച്ചോ അവൻ ഖാറൂനിന്റെ അനുയായിയാണ്, ആ പാർട്ടിയിൽ മെമ്പറാണെന്ന്. ആ ഖാറൂന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അവന്റെ പ്രതാപങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രൗഢിയോടെ പകിട്ടോടെ തങ്കത്തരിവളകൾ അണിഞ്ഞുകൊണ്ട് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നല്ല ചന്തത്തോടുകൂടെ അവന്റെ ജനതയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നു ഖാറൂൻ മുതലാളി. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, സൂറത്തുൽ ഖസസിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി, അവന്റെ അലങ്കാരങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ ജനതയിലേക്ക് അവൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു, ഇറങ്ങി വന്നു, കടന്നു വന്നു. ആ സമയത്ത് ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ അലീം. ഭൗതിക ജീവിതം മാത്രം ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന പൊട്ടന്മാര്, ത്രികാല ബോധമില്ലാത്ത മരമണ്ടന്മാര്. ഈ ഖാറൂൻ മുതലാളി മനോഹരമായി അഭിമാനത്തോടെ പ്രൗഢിയും പകിട്ടൊക്കെ കാണിച്ച് അവരെ മുന്നിലേക്കാണ് വന്നപ്പോ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, നാളെ എന്താകുമെന്ന് തിരിയാത്ത ത്രികാല ബോധമില്ലാത്ത ആളുകൾ, ഈ ലോക ജീവിതം മാത്രം മുന്നിൽ കണ്ട ആളുകൾ, ആ അജണ്ട വെച്ച് ജീവിക്കുന്ന ആളുകൾ അവര് പ്രസ്താവിച്ചു, അവര് പറഞ്ഞു. എന്താ അവര് പറഞ്ഞത്? യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ആ ചങ്ങാതിക്ക് ഉണ്ടായതുപോലെ നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹള്ളിൻ അലീം, അയാള് ഭയങ്കര ഭാഗ്യവാനാണല്ലോ, ഇയാൾക്കുണ്ടായതിന് തുല്യമായി അതുപോലെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നാര് പറഞ്ഞു? ദുന്യാവ് ലക്ഷ്യമാക്കിയ ആൾക്കാര്. നല്ലൊരു ബെൻസ് കാറിൽ ഇങ്ങനെ കിബറനാജി വരുമ്പോ പറയാണ്, അയാളെ എവിടെയോ വരച്ചത് എന്റെ തലയിൽ വരച്ചെങ്കിൽ ഞാൻ കഴിച്ചില്ലായിരുന്നല്ലോ അല്ലേ. ഇതാരെ വാക്ക? അള്ള പരിചയപ്പെടുത്തി തരാണ്. വലിയ പണക്കാര അഹങ്കാരികൾ ഇങ്ങനെ നടക്കുമ്പോ പറയൊന്നും വേണ്ട, അതുപോലെയൊക്കെ ഇപ്പൊ എനിക്കുണ്ടെങ്കിൽ. ആരുടെ വാക്ക? അല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, പരലോക ജീവിതത്തെ കുറിച്ച് പഠിച്ചറിയാത്ത, യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്ത, അല്ലാഹുവിനെ തിരിയാത്ത, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് പഠിക്കാത്ത, കേവലം ദുന്യാവ് മാത്രം കണ്ട ആളുകളുടെ പ്രഖ്യാപനമാണിത്. ഏത്? അയാൾക്ക് ഉണ്ടായിരുന്നത് പോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. ആ സമയത്ത് അല്ലാഹു തുടർന്ന് പറയുന്നു, വഖാലല്ലദീന ഊതുൽ ഇൽം, തലക്കകത്ത് വെളിച്ചമുള്ള ടീം,
യാഥാർത്ഥ്യം ഗ്രഹിച്ച ടീം, അള്ളാഹുവിൽ വിശ്വസിച്ച വിഭാഗം, പരലോകത്തിൽ വിശ്വസിച്ച വിഭാഗം എന്ന് വെച്ചാൽ തലച്ചോറിനകത്ത് അല്പം വെളിച്ചമുള്ള വിഭാഗം പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹാ. പൊട്ടന്മാരെ, വൈലക്കും നിങ്ങൾക്ക് നാശം. നിങ്ങളിപ്പോ എന്താ പറഞ്ഞ? അച്ചങ്ങാതിന്റെ കണ്ടിട്ട് അതുപോലെ വേണമെന്നാ പറയുന്നേ. നാശം നിങ്ങൾക്ക്. കേട്ടോ, സവാബുല്ലാഹി ഖൈറുൻ, അള്ളാഹുവിന്റെ പ്രതിഫലാണ് ഗുണം. ലിമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിച്ച, ലിമൻ ആമന വിശ്വസിച്ച, വഅമില സ്വാലിഹ സുഹൃതങ്ങൾ ചെയ്ത വിഭാഗത്തിന് അള്ളാഹുവിന്റെ കൂലിയ മെച്ചായിട്ടുള്ളത് ഇതല്ല. പക്ഷേ വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, സ്വബിറുള്ളവർക്കല്ലാതെ അള്ളാന്റെ കൂലി കിട്ടൂല, ഈമാനും കിട്ടൂല. പണല്ല, സൗകര്യമില്ല, ഇതൊരു പരാതിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അള്ളാനെ കിട്ടൂല എന്നപ്പീ പറയുന്നത്. അവരെ കൂട്ടത്തിലെ ഇൽമുള്ള ആളുകൾ ഈ വിഡ്ഢികളോട് പറയാണ്, നിങ്ങൾ പൊട്ടത്തരല്ലേ പറയുന്നത്, പമ്പര വിഡ്ഢിത്തര, നാശം നിങ്ങൾക്ക്. ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളവർക്ക് അള്ള കൊടുക്കുന്ന സവാബുണ്ടല്ലോ, അതാ നല്ലത്, ഇതല്ലടോ. പക്ഷേ വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, ക്ഷമിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ കിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് കണ്ണഞ്ചി പോയിരുന്ന ആളുകള്, ഇത് കണ്ടിട്ട് അതിലങ്ങ് ആഗ്രഹിച്ച് ആകൃഷ്ടരായി മതിമറക്കുന്ന ആളുകള്, അവരൊന്നും സബൂറുള്ള ആൾക്കാരല്ല. അള്ള എന്താണോ തന്നത് അത് പൊരുത്തപ്പെട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിച്ച് നിൽക്കുന്ന സ്വാബിരീങ്ങൾക്കാണ് ഈ ഗുണങ്ങൾ കിട്ടുക എന്ന്. എന്നിട്ട് അള്ള തുടർന്ന് പറയാം, فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. فخسفنا به وبداره الأرض, കാറൂൻ മുതലാളിയെയും അവന്റെ കൊട്ടാര സമാനമായ വീടിനെയും നാം ഭൂമിയിൽ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഭൂമി പിടിച്ചങ്ങോട്ട് വിഴുങ്ങി. അവന്റെ ഗർവ്, അവന്റെ അഹങ്കാരം, ആ അഹങ്കാരത്തിന് അറുതി വരുത്തിക്കൊണ്ട് അള്ളാഹു അവനെ മാത്രമല്ല വബിദാരിഹിൽ അർള, അവന്റെ ഗേഹം, അവന്റെ വീട് സഹിതം അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അപ്പോഴോ നേരത്തെ അവനെ കണ്ടിട്ട്, നേരത്തെ ഈ കാറു മുതലാളി ഇറങ്ങി വരുന്നത് കണ്ടിട്ട്, ഓ അതുപോലെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അതുപോലെ അല്ലെ അയാളെ തലയിൽ വരച്ചത് നമ്മൾ എവിടെയെങ്കിലും വരച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ലോ. ഇവനെ ഭൂമിയിലേക്ക് അവന്റെ വീടോടുകൂടെ അള്ളാഹുവിനെ താഴ്ത്തിയപ്പോ അള്ള പറയാ, ഇന്നലെ അവനെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ടീം, അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച വിഭാഗം, യഖൂലൂൻ, ഈ രംഗം കണ്ടിട്ടവര് പറഞ്ഞു, ഖാറൂനെ ഭൂമിയിൽ ആഴ്ത്തിയ വാർത്തയറിഞ്ഞ് ആ സംഭവം കണ്ടവർ പറഞ്ഞു, വൈക അന്നല്ലാഹ യബ്സുതുൽ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. കഷ്ടം. നമ്മൾ ഇന്നലെ മണ്ടത്തരാ പറഞ്ഞത്. അന്നല്ലാഹ യബ്സുതുർ റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദി, അല്ലാഹ് അവന്റെ അടിമകളിൽ നിന്ന് അവന് തോന്നിയവർക്ക്, അവൻ തീരുമാനിച്ചവർക്ക് അവന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കും. വയഖ്ദിർ, അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കാതിരിക്കും ചെയ്യും. ഇതാണല്ലോ സംഭവിച്ചത്. പക്ഷെ മണ്ടത്തരല്ലേ ഇന്നലെ ഞങ്ങൾ ആശിച്ചത്. ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ വൈകഅന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അല്ലാഹ് രക്ഷിച്ചു. പടച്ചോനെ, അവനുള്ളതുപോലെ ഇപ്പൊ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും കഥ? അവനെപ്പോലത്തെ ഒരു ഗതി നമുക്ക് വരൂലേ? ഇതിപ്പോ ഇന്നത്തെ കാറൂനും വരും കൂട്ടരെ, ഇന്നത്തെ കാറൂനും വരും. സക്കാത്ത് പോലും കൊടുക്കാത്ത മുതലാളി,
എത്ര പച്ചപ്പാവവും വീട്ടുപടിക്കൽ വന്നിട്ടൊന്ന് ബെല്ലടിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത മുതലാളി, ആ ധനം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മുതലാളി, ആ ധനം തൻ്റെ കഴിവ് കൊണ്ട് താൻ സമ്പാദിച്ചതെന്ന ചിന്ത വെച്ച് നടക്കുന്ന മുതലാളി, ഇതാണ് കാറൂന്. ഈ കാറൂനെ ചിലപ്പോൾ അള്ള ഇന്ന് ഭൂമിയിൽ ഇങ്ങനെ ആഴ്ത്തൊന്നുമില്ല. ഇങ്ങനെ നടക്കുന്നിടയിലാണ് ഒരു ക്ഷീണം. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ ബ്ലഡ് ക്യാൻസർ. കഴിഞ്ഞു. അപ്പൊ ഇന്നലെ കണ്ട ആ മുതലാളിയെ കണ്ടിട്ട് അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആശിച്ച ചങ്ങാതി പിറ്റേന്ന് കേൾക്കണം ബ്ലഡ് ക്യാൻസർ അത്ര ചങ്ങായിക്ക്. പഠിച്ചോനെ ഞാൻ എന്താ ആഗ്രഹിച്ചത് പറയില്ലേ. ഖുർആനെ കാലികമായിട്ട് വിലയിരുത്തണേ. പണ്ടത്തെ ചരിത്രമായിട്ട് ഇങ്ങനെ ഒരു ആക്കഥ പാടി പോയാൽ പോരാ. ഇന്നത്തെ കാലികമാണ്. ഏത് മാറുന്ന നൂറ്റാണ്ടിലും മാറാത്ത ശബ്ദമായി സർവ്വലോകങ്ങൾക്കും സർവ്വ സമൂഹങ്ങൾക്കും പര്യാപ്തമായ വിധത്തിലാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്ന ഞാനും നിങ്ങളും ഒരു മുതലാളിയെയും നമ്പാൻ നിൽക്കണ്ട. നമ്പേണ്ട കാര്യമുണ്ടോ? അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ അധികാരിയിലൂടെയും മുതലാളിയിലൂടെയും ഒന്നും നടക്കൂല. നടക്കുമെന്ന ചിന്ത ഉണ്ടോ, അത് ശിർക്കാണ്. റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്ത കുഴപ്പമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്ത കുഴപ്പമാണ് ഇത്തരം വൈകൃതങ്ങൾ, ഇത്തരം വിശ്വാസത്തിലുള്ള വ്യതിചലനങ്ങൾ, വ്യതിയാനങ്ങൾ. തൗഹീദിന്റെ പന്താവിൽ നിന്ന് റോങ്ങായി ഓടുന്നത് റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്തതിന്റെ കുഴപ്പമാണ്. റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ടാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അതിന്റെ ഉള്ളറകൾ അറിഞ്ഞ് ഓതാതെ ഒരു കുട്ടി അള്ളാന്റെ അടുത്ത് എത്തൂല. എന്തിനാ ഈ പാടൊക്കെ കഴിക്കണേ? നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതുന്നു. എന്തിനാണിത്? അള്ളാഹുവിലേക്ക് എത്താനല്ലേ. പടച്ച തമ്പുരാനിലേക്ക് എത്തണമെങ്കിൽ ഇത് ചൊല്ലിയിട്ട് മാത്രാവൂല. എന്താണ് ആ പറയുന്നത്? ആ പറയുന്നിടത്താണ് നിലനിൽക്കണം. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം, ഇവിടെ ശ്രദ്ധിക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്നിടത്ത് നിലനിൽക്കാനുള്ള മാർഗം എന്താ? ഉസൂലുൽ വുസൂലി ഇലല്ലാഹി ഖംസത്തുൻ, അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം 5 ആകുന്നു. അല്ലാഹുവിലേക്ക് എത്താനുള്ള വഴികൾ 5 ആകുന്നു. 5. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പറയുന്ന മുഫസ്സിറുകൾ, അർത്ഥം വിശദീകരിക്കുന്ന ഇമാമുകൾ തഫ്സീറിൽ പറഞ്ഞ വിഷയമാണിത്. ഉസൂലുൽ വുസൂലി ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് എത്താനുള്ള അസുലുകൾ, അടിസ്ഥാനങ്ങൾ 5 ഇത് കേട്ടോ. അൽഹംദുലില്ലയുടെ വിശദീകരണമാണ് ഈ പറയുന്നത്. 1 തഖ്വല്ലാഹ് ഫിസ്സിരി വൽ അലാനിയതി, രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വയുള്ളവനാകുക. പരസ്യമായിട്ട് തഖ്വണ്ട്, ഉള്ളിൽ ആറാം പറപ്പാണെങ്കിൽ മുനാഫിഖാണ്. തഖ്വല്ലാഹി ഫിസ്സിരി വൽ അലാനിയ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. 1. 2 ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഖ്വാലിഹി വ അഹ്വാലിഹി, പുണ്യ നബിയുടെ വാക്കുകളെ പിൻപറ്റുക, പുണ്യ നബിയുടെ അവസ്ഥകളെ പിൻപറ്റുക. വാക്കൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്. പുണ്യ നബിയുടെ മഹിതമായ ആ സംസ്കാരം, ആ സ്വഭാവം, അതിന് സൗകര്യമില്ല. അതിന് ആലിമിനും പറ്റൂല. ഒരു ആലിമായാൽ പോലും ആ സംസ്കാരം, പുണ്യ നബിയുടെ മഹിതമായ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞ അതിമഹത്തായ പ്രകൃതം, അതാണ് ഹാല്, നബിയുടെ അവസ്ഥ. വാക്ക്, പ്രവൃത്തി, അവിടുത്തെ അവസ്ഥകൾ, അതിൽ നബിയെ പിന്തുടരുക. 3 അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാ പറയുന്നത്. 3 അൽ ഇഅറാദു അനിൽ ഖൽഖി ഫിൽ ഇഖ്ബാലി വൽ ഇദ്ബാർ, സൃഷ്ടികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഫിൽ ഇഖ്ബാലി, പുരോഗതിയിലും, വൽ ഇദ്ബാരി, അധോഗതിയിലും. ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. ഒരു സൃഷ്ടിയെയും നീ നമ്പാൻ നിൽക്കണ്ട.
ഒരു സൃഷ്ടിയിലും നീ നിന്റെ വിശ്വാസത്തെ അടിയറ വെക്കാൻ നിൽക്കണ്ട. പടപ്പുകളിൽ നിന്ന് നീ തിരിഞ്ഞു കളയണം. അതൊരു പക്ഷേ നിനക്ക് പുരോഗതിക്ക് കാരണമായേക്കാം, അല്ലെങ്കിൽ നിന്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കാം. എന്തായാലും സൃഷ്ടികളിൽ നിന്ന് നീ മാറാതെ സൃഷ്ടാവിനെ നിനക്ക് കിട്ടൂല. പടപ്പുകളെ നീ വിശ്വസിച്ച് പടപ്പുകളിൽ നീ ബന്ധിതനാണെങ്കിൽ പടച്ചോനെ നിനക്ക് കിട്ടുന്ന പ്രശ്നമില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം ക്ഷേമത്തിലും ക്ഷാമത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുക. തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഖം കിട്ടുമ്പോൾ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഭാര്യക്ക് അസുഖമാണ്, മക്കൾക്ക് അസുഖമാണ്, കടം വന്നിട്ട് കൂടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിസ്കരിക്കുമ്പോൾ പറയണ്ടേ? അർറുജൂ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവുക. എപ്പോ? ഫിസ്സറായി വല്ലറായി, ക്ഷേമത്തിലും ക്ഷാമത്തിലും വിപത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവുക. അതെങ്ങനെ മടങ്ങിപ്പോവുക? അള്ളാഹ് തന്ന വിധിയിൽ പൊരുത്തപ്പെട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കുക. 5 അർറിളാ അനിൽ ഖലീലി വൽ കസീർ. കൂടുതൽ കിട്ടിയാലും കുറഞ്ഞു പോയാലും അള്ളാഹുവിന്റെ വിധി എന്ന നിലക്ക് തൃപ്തിപ്പെടുക. തൃപ്തി സബറല്ല കേട്ടോ. സബർ കൊണ്ട് ഈ ഈമാന്റെ പകുതിയെ കിട്ടുള്ളൂ. അസ്സബറു നിസ്ഫുൽ ഈമാൻ. ഈമാനിന്റെ 50% ആണ് ഏത്? ക്ഷമ. ഏത്? ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണ്? കടിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് കഷായം കുടിക്കണ മാതിരി ഇങ്ങോട്ട് നിൽക്കലാണ് ഈ ക്ഷമ എന്ന സാധനം. ഇരിയുള്ള അങ്ങനെയല്ല. റിള എന്ന് പറഞ്ഞത് അങ്ങനെയല്ല. റിള സന്തോഷത്തോടെ സ്വീകരിക്കലാണ്. അതൊരു ആനന്ദമായി മാറലാണ്. അള്ളാഹിന്റെ വിധി ആനന്ദമായി മാറുക. ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാത്മാവ് സ്വന്തം പുത്രന്റെ ജനാസ മറമാടുന്ന നേരത്ത്, ഖബറിലേക്ക് ഇറക്കുന്ന നേരത്ത് മൂപ്പര് ഒറ്റ ചിരി. ആള് മോശക്കാരനൊന്നല്ല. മോന് ചെറുപ്പക്കാരൻ, മോന് മരിച്ചിട്ടേ, മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പകാലത്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിനും താങ്ങാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. മനുഷ്യ സഹജമായിട്ട് അതിന് കണ്ണുനീരും ദുഃഖമൊക്കെ ഉണ്ടാവില്ലേ? ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ ഇബ്രാഹിം എന്ന് പറഞ്ഞല്ലോ. ആ ജനാസ മടിത്തട്ടിൽ ഇരുത്തിയിട്ട് നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു എന്നാ ബുഖാരിയിലുണ്ടത്. ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ തിബിത്തയിലൂടെ ജനിച്ച ഇബ്രാഹിം എന്ന് പറയുന്ന നബി തങ്ങളുടെ പുത്രൻ വഫാത്തായപ്പോ മടിയിൽ ആ ജനാസ മയ്യത്ത് ഇങ്ങനെ കിടത്തിയ സമയത്ത് തങ്ങളുടെ കവിളിലൂടെ കണ്ണുനീര് വന്നു എന്നാണ്. അതിട്ടാകും. ഈ അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വ്യക്തി ഈ മകനങ്ങട്ട് അടക്കുന്ന നേരത്ത്, ഖബറിലേക്ക് ഇറക്കുന്ന നേരത്തെ ഒറ്റ ചിരി. അപ്പം ആരും മിണ്ടിയില്ല. ചിലപ്പോൾ സാമാന്യനെ തെറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടല്ലോ. ഉമ്മമാരൊക്കെ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും മക്കളൊക്കെ മരിച്ചാൽ, അല്ലേ? ഈ നിലക്ക് എന്തെങ്കിലും തലക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ആൾക്കാർ. എല്ലാം കഴിഞ്ഞ് സംസ്കരണം മറമാടലൊക്കെ കഴിഞ്ഞിട്ട് മാറി നിന്നിട്ട് ഇദ്ദേഹത്തെ ഏറ്റവും സ്നേഹിക്കുന്ന അടുത്തറിയുന്ന ആളുകൾ ചോദിച്ചു, അല്ല എന്താ മഹാനെ നിങ്ങളാ ഖബറിലേക്ക് ആ ജനാസ ഇറക്കിയപ്പോൾ ചിരിച്ചതെന്താന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ റബ്ബ് എനിക്ക് തന്ന എൻ്റെ പുന്നാര മോനെ റബ്ബ് തിരിച്ചു വിളിച്ചു. ഞാൻ ആ സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇബിലീസ് ഇങ്ങനെ റൈറ്റ് സൈഡിലൂടെ അങ്ങനെ വന്നിട്ട് പറയാ, എന്നാലും നിന്റെ മക്കളിൽ ഏറ്റവും നിന്നെ ഇഷ്ടപ്പെട്ട പുള്ളല്ല, ആ പുള്ളല്ലേ ഇപ്പൊ മരിച്ചേക്കണത്, ഒന്ന് പോടാ. അപ്പൊ ഇബിലീസ് മുൻഭാഗത്തു കൂടെ വന്നിട്ട് പറയാണ്, നിന്നെ ഭാവിയിൽ സംരക്ഷിക്കാൻ ഇവനെ പോലെ മതിയായ വേറെ മക്കൾ നിനക്കില്ല, ആ മോനാടാ മരിച്ചത്. ഇങ്ങനെ ഇബിലീസ് എന്നെ എല്ലാ വശത്തുകൂടെയും സമീപിച്ച് എന്നെ കരയിപ്പിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ആ ഇബിലീസിനെ പ്രതിരോധിക്കാൻ, അവനെ ഓപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഒരൊറ്റ ചിരിയാണ് ചിരിച്ചോട്ട് ഇബിലീസാണ് പോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്ന ആളാ ഞാൻ. റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്, റബ്ബുൽ ആലമീന്റെ പരിപാലനം ചിലപ്പോൾ മക്കളെ കൊണ്ടുപോയിട്ടായിരിക്കും, ചിലപ്പോൾ കടക്കണിയിൽ ഇട്ടിട്ടായിരിക്കും, ചിലപ്പോൾ ശാരീരിക അവശത തന്നിട്ടായിരിക്കും, മാനസിക അസ്വാസ്ഥ്യം തന്നിട്ടായിരിക്കും. ഈ നിലക്കൊക്കെ റബ്ബുൽ ആലമീന്റെ തെർബിയത്ത്, ട്രീറ്റ്മെന്റ് വരും. അപ്പോഴൊക്കെയും പ്രഖ്യാപിക്കാനാകണം അൽഹംദുലില്ലാഹ്. പഠിച്ചവനെ ഈ നിലക്കൊക്കെ ഫാത്തിഹ ആണെങ്കിൽ ഇതിപ്പോ മുസ്ലിമീങ്ങളിൽ എന്തോരം പേര് ഓതിയിട്ടുണ്ടാവും. ചിന്തിക്കേണ്ട വിഷയല്ലേ? ഇങ്ങനെ അല്ലാതെ ഇതിനൊരു അർത്ഥം ഉണ്ടോ?
കൂടുതലും തലച്ചോറൊന്നും ഇപ്പം ഇതിന് വേണ്ട. ഞാൻ ഈ പറഞ്ഞതിന് അപ്പുറത്ത് അൽഹംദുലില്ലക്ക് വല്ല അർത്ഥം. നമ്മളപ്പോൾ ഈ ഓത്തും ജീവിതം രണ്ട് വഴിക്കല്ലേ കൂട്ടരെ. എന്തൊക്കെ പരാധീനകളും പരിഭവങ്ങളുമാണ് നമ്മുടെ കൽബിൽ കിടക്കണേ. എന്ത് വിഷയത്തിൽ? പടച്ചോനെ ഈമാൻ ക്ലിയർ ആയിട്ടില്ലല്ലോ എന്നുള്ള പരിഭവമല്ല, പടച്ചോനെ നിന്നെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പരിഭവമല്ല. വെറും ദുന്യാവിന്റെ കേസിലുള്ള പരിഭവങ്ങൾ കുത്തി നിറച്ചിട്ട് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഡയലോഗും കൊണ്ട് നടന്നാല് അതിന്റെ പേരാണ് പച്ചക്കളവ്. ഇത് നമ്മൾ രക്ഷപ്പെടേണ്ട കൂട്ടരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മർമ്മമറിഞ്ഞ് പൊരുളറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രഖ്യാപിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച റബ്ബുൽ ആലമീൻ ഒന്നുകൂടി വിശദീകരിക്കാണ്ട്. റബ്ബുൽ ആലമീനെ നമ്മളൊന്ന് പരിചയപ്പെടുന്നതോടുകൂടെ അത് ഏറെക്കുറെ ക്ലിയർ ആവും. ഇത് ഈ വിശ്വാസക്കുറവുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ശിർക്കൊക്കെ സംഭവിക്കാൻ കാരണം, എൻ്റെ കാര്യം നടക്കണമെങ്കിൽ അവൻ വേണം, ഇവൻ വേണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള ചിന്താഗതി ഇതെന്തുകൊണ്ടാണ് വരുന്നത്? റബ്ബുൽ ആലമീനെ പരിചയപ്പെടാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ മനോഹരമായി റബ്ബുൽ ആലമീൻ ആരാണെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് പഠിക്കാം. നിങ്ങൾ ആരും കല്യാണത്തിൻ്റെയും സൽക്കാരത്തിൻ്റെയും പേരൊന്നും പറഞ്ഞ് മിസ്സാകരുത്. പരമാവധി ഫാത്തിഹ സൂറത്ത് കഴിയോളം എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വരണമെന്ന് കൂടെ ഉണർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.